രാഹുൽ മുന്നേറി. ഇപ്പോൾ ആഹ്ലാദം മുഴുവൻ സന്ദീപ് വാര്യർക്കാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കെ സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുമാണ് ഈ പാർട്ടിയെ ഇത്തരത്തിൽ പിന്നോട്ടടിക്കുന്നതെന്ന തരത്തിലുള്ള വിമർശനമാണ് സന്ദീപ് വാര്യർ ഉന്നയിക്കുന്നത്. അതിൽ കാര്യമുണ്ടോ? സന്ദീപ് വാര്യർ ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സന്തോഷിക്കുന്ന ഒരാൾ, ആഹ്ലാദിക്കുന്ന ഒരാൾ സന്ദീപ് വാര്യരാണ്. സി കൃഷ്ണകുമാർ വിജയിച്ചിരുന്നെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ജീവിതം വേറൊരു തരത്തിൽ ആയി മാറിയേനെ. ഇപ്പോൾ സന്ദീപ് വാര്യർ അന്ന് ഉന്നയിച്ചിരുന്ന പല വിഷയങ്ങളുണ്ട്. ഇവർ തമ്മിലുള്ള ചില മാനസിക ഐക്യമില്ലായ്മയൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണകുമാറുമായും അദ്ദേഹം നല്ല ബന്ധത്തിലായിരുന്നില്ല, കെ സുരേന്ദ്രനുമായും അദ്ദേഹം അത്ര അടുപ്പമുണ്ടായിരുന്നില്ല. അദ്ദേഹം മറ്റ് പഴയ ആരോപണമുണ്ടല്ലോ, ഞാൻ പ്രാദേശിക നേതാവും കെ സുരേന്ദ്രൻ ബഹിരാകാശ നേതാവും എന്നൊരു പ്രസ്താവന ഉണ്ട്. അത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ ബഹിരാകാശ നേതാവാണ്, അദ്ദേഹം എപ്പോഴും ബഹിരാകാശത്തായിരിക്കുമെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സന്ദീപ് വാര്യർ ഈ വിജയം സന്ദീപ് വാര്യരുടേതാണെന്ന് സന്ദീപ് വാര്യർ തന്നെ ആഘോഷിക്കും, മറ്റാരും പറഞ്ഞില്ലെങ്കിൽ പോലും. സന്ദീപ് വാര്യർ അവിടെ ഒരു യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിൽ വലിയ ഒരു ഫാക്ടറൊന്നുമല്ല. പക്ഷേ സന്ദീപ് വാര്യർക്ക് ഇനി അങ്ങനെ തന്നെ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ അവകാശപ്പെടാം. സന്ദീപ് വാര്യർ ഉന്നയിച്ചിരിക്കുന്ന ഈ വിഷയങ്ങൾ, അതായത് ഒന്ന്, കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് അവിടെ എന്ത് കാര്യവും തീരുമാനിക്കുന്നത്. പാലക്കാട് പാർട്ടി എന്ന് പറയുന്നത് സി കൃഷ്ണകുമാറാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ചേർന്നിട്ടാണ് ആർക്ക് ഒരു സ്ഥാനം കൊടുക്കണം, ഒരു പഞ്ചായത്ത് മെമ്പർ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളായാലും ഇവരാണ് തീരുമാനിക്കുന്നത്. ഇതിനെതിരെ ആദ്യം പറയുന്നത് സന്ദീപ് വാര്യരാണ്. പിന്നീട് സുരേന്ദ്രൻ ആണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പാർട്ടി ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതൊക്കെ പാർട്ടി ചർച്ച ചെയ്യേണ്ടതാണ്. സന്ദീപ് വാര്യർ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒന്നുകിൽ അത് തള്ളിക്കളയാം പാർട്ടി. കാരണം സന്ദീപ് വാര്യർ ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ല, BJPയുടെ ഭാഗമല്ല. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസ് നേതാവ് അത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ BJP അത് ഗൗരവത്തിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു എതിർപ്പാളയത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനും തൻ്റെ എതിരാളിയായിട്ടുള്ള പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്ന പോലുള്ള ആരോപണമായിട്ട് അതിനെ കണക്കാക്കിയാൽ മതി. പക്ഷേ സന്ദീപ് വാര്യർ എന്ത് കാരണം കൊണ്ട് പോയി എന്നുള്ളത് ഇനി വരുന്ന ആളുകളിൽ ചർച്ചയാകും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ മറ്റൊരു വശം. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയി എന്നുള്ളത് ഇനി ചർച്ചയാകും. അങ്ങനെ ചർച്ചയാകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുവരെ കാണുന്നത് എന്താ, സന്ദീപ് വാര്യർക്ക് BJPയിൽ നിന്ന് പോലും വലിയ BJPയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാരിൽ നിന്നോ പോലും വലിയ പിന്തുണയില്ല. നമ്മൾ ഈ സന്ദീപ് വാര്യറിനെ കുറച്ച് കാണുമ്പോഴും പക്ഷേ ഈ നഗരപ്രദേശങ്ങളിലെ വോട്ടിംഗ് വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അത് ചിലപ്പോൾ സന്ദീപിൻ്റെ സ്വാധീനം അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ 1000-2000 വോട്ടെങ്കിലും നഗരപ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ സ്വാധീനത്താൽ മാറിയതായും കണക്കുകൾ വരുന്നുണ്ട്. ഉണ്ട്. അല്ല, അദ്ദേഹം BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണല്ലോ. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് സ്വാധീനം ചെലുത്താൻ കഴിയുമല്ലോ. അതിനെ നമ്മൾ വില കുറച്ച് കാണേണ്ടതില്ല. അതിനെ നമ്മൾ ആ തരത്തിൽ തന്നെ കാണണം. കാരണം സന്ദീപ് വിചാരിച്ചാലും വോട്ടുകൾ മറിക്കാനൊക്കെ സാധിക്കും. അദ്ദേഹം BJPയുടെ പ്രധാന തരത്തിലുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീന മേഖലകളിൽ അദ്ദേഹത്തിന് ഉറപ്പായും അത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സന്ദീപിനെതിരായിട്ടുള്ള ഒരു വികാരം അവിടെയുണ്ട്. സന്ദീപ് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയതിൻ്റെ വികാരം അവിടെയുണ്ട്. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. BJP ഒറ്റക്കെട്ടായി നിൽക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്നും തന്നെ ഇപ്പോൾ ഫലവത്തായിട്ടില്ല. അതൊന്നും തന്നെ റിസൾട്ടായിട്ട് മാറിയിട്ടില്ല. അതെല്ലാം നേരെ തിരിച്ച് രാഹുലിന് പക്ഷേ അത് അനുകൂലമായി. അത് രാഹുലിന് അനുകൂലമായെന്ന് പറഞ്ഞാൽ രാഹുലിന് ആ ഹോട്ടൽ റൂമിൽ, അതാണ് ആദ്യത്തെ പിഴവ് എന്ന് പറയുന്നത്. ഹോട്ടൽ മുറിയിൽ സ്ത്രീകൾ മാത്രമുള്ളിടത്തേക്ക് പോലീസ് ചെന്ന് കയറിയത് മുതൽ ആ കളം രാഹുലിന് അനുകൂലമായി മാറി. അല്ലെങ്കിൽ തന്നെ രാഹുൽ മത്സരിക്കാൻ തുടങ്ങി. രാഹുലിന്റെ ആഹ്ലാദ പ്രകടനവും ഈ ട്രോളി ബാഗുമായിട്ടാണ് അണികൾ ട്രോളി ബാഗുമായാണ് നിരത്തുകളിൽ ഇറങ്ങുന്നത് ആഘോഷിക്കാൻ വേണ്ടി. അതായത് സ്ത്രീകൾ മാത്രമുള്ള മുറിയിലേക്ക് പോലീസ് അതിക്രമിച്ച് കയറി എന്നുള്ളൊരു വികാരമാണ് പൊതുവെ ആ ഒരു സംഭവത്തിന് ശേഷം ജനങ്ങൾക്കിടയിലുണ്ടായത്. അവിടെ നിന്നൊന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്ക് പോലീസിന് തടിയൂരേണ്ടി വന്നു. എന്തെങ്കിലും കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ആർക്ക് ഗുണം ചെയ്യും? സരിന് ഗുണം ചെയ്യും എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം സരിൻ ഒരു ഘട്ടത്തിലും വിജയിക്കുമെന്ന് സരിനല്ലാതെ മറ്റാരും പറഞ്ഞ് നമ്മൾ കേട്ടതുമില്ല. സരിൻ അതുകൊണ്ട് തന്നെ സരിനേക്കാൾ ഉപരി കൃഷ്ണകുമാറിന് ഒരു പക്ഷേ അത് ഗുണം ചെയ്തേനെ. പക്ഷേ ഇവിടെ BJP അതിനുവേണ്ടി എന്ത് ചെയ്തു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സന്ദീപ് വാര്യർ അപ്പുറത്തേക്ക് പോയി, അതുകൊണ്ട് നമ്മൾ ജയിക്കും എന്ന് BJP അവസാന ഘട്ടത്തിൽ ചിന്തിച്ചു. ജനം ആ രീതിയിൽ ചിന്തിച്ചില്ല.
ജനം സന്ദീപ് വാര്യർ പോയാലും പ്രശ്നമില്ല, പോയില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള തരത്തിൽ ജനം ചിന്തിച്ചു. ജനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്താൽ മതി എന്നായിരുന്നു പാലക്കാട് ജനങ്ങളുടെ ഒരു പൊതു വിലയിരുത്തൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് പാർട്ടി അനുഭാവികളിലേക്ക് ഉൾപ്പെടെയുള്ള വോട്ടുകൾ അങ്ങനെയും ചിന്തിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം മെട്രോമാന് വോട്ട് ചെയ്ത ആളുകൾ ചിലപ്പോൾ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യണമെന്നില്ല. സന്ദീപ് വാര്യർ അപ്പുറത്തേക്ക് പോയപ്പോൾ മെട്രോമാന് വോട്ട് ചെയ്ത ആളുകളുടെ വോട്ട് കൂടി നമുക്ക് കിട്ടും എന്ന് ചിന്തിച്ചു. അപ്പോൾ അവിടെ സംഭവിച്ചത് ആ വോട്ടും കിട്ടിയില്ല. അപ്പം കെ സുരേന്ദ്രൻ ഇതിന് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹവും ഇതിന് മറുപടി പറയേണ്ടി വരും. കാരണം വിജയത്തിന്റെ അവകാശിയായിട്ട് അദ്ദേഹം സംഘടന വരുന്നുണ്ടല്ലോ പാർട്ടി, സുരേന്ദ്രന്റെ സ്ഥാനം തെറിക്കുമോ? പുനഃസംഘടന വന്നാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് കാലാവധി കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പം പുതിയ പ്രസിഡന്റ് വരാനാണ് സാധ്യത. അതുപോലെ കൃഷ്ണകുമാർ അവിടെ ഇതിന് മറുപടി പറയേണ്ടി വരും. കൃഷ്ണകുമാർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഇനി ആളുകൾ പറഞ്ഞു തുടങ്ങും. വിജയിക്കുകയാണെങ്കിൽ ഇപ്പോൾ കൃഷ്ണകുമാർ വിജയിച്ചു എന്ന് വയ്ക്കുക, വിജയിച്ചിരുന്നെങ്കിൽ ആരും ഇതൊന്നും പറയാൻ നിൽക്കില്ല. അതേസമയം പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആളുകൾ ഇതൊക്കെ പറയാൻ തുടങ്ങും. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സുരേന്ദ്രനെതിരെ BJPയിൽ പടയൊരുക്കം പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ പരാജയമാണ് ഉണ്ടായത്. പിന്നീട് ചിലപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ കഴിവുകൊണ്ട് തൃശ്ശൂർ നേടുന്നു. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു, അതിൽ ദയനീയമായത് ആ പരാജയത്തിൻ്റെ വക്കിൽ നിൽക്കുന്നു. ഇനി അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ ഒരു പടയൊരുക്കം ഉണ്ടാകുമോ? അതാ ഞാൻ പറഞ്ഞത്, പരാജയപ്പെട്ട് കഴിയുമ്പോൾ അത്തരം ഈ മിണ്ടാതെ ഇരിക്കുന്ന ആളുകളൊക്കെ രംഗത്തിറങ്ങും. കൃഷ്ണകുമാർ വിജയിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം വരില്ല. കൃഷ്ണകുമാറിനെതിരെ ആരും പറയത്തില്ല. കാരണം വിജയിച്ച സ്ഥാനാർത്ഥിയാണ്, MLA ആണ്. അത് സുരേന്ദ്രനും അത് ക്രെഡിറ്റ് ആയിട്ട് മാറും, അദ്ദേഹത്തിനും അത് മറുപടി പറയേണ്ടി വരില്ല. പക്ഷേ പരാജയപ്പെടുമ്പോൾ ഇതെന്തുകൊണ്ട് പരാജയപ്പെട്ടു, ഇതിൻ്റെ എവിടെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJPക്ക് കരുത്തുള്ള മേഖലകളിൽ BJPക്ക് ലീഡ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ലീഡ് ചെയ്യുകയും ബാക്കിയുള്ളിടങ്ങളിൽ പിന്നോട്ട് പോയിരുന്നേയും ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ നിൽക്കേണ്ടി വരത്തില്ല. അങ്ങനെ ആ രീതിയിൽ കണ്ടുപോകാം. പക്ഷേ ഇവിടെ കൃത്യമായി മറുപടി പറയേണ്ടി വരും. കാരണം BJPയുടെ കരുത്തുറ്റ മേഖലകളിലെല്ലാം പിന്നോട്ട് പോയി. അതിനാരാണ് ഉത്തരവാദി? കൃഷ്ണകുമാർ പാലക്കാട്ടെ പ്രധാനപ്പെട്ട നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തന രീതി മാറ്റേണ്ടതുണ്ടോ? അണികൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റാൻ അദ്ദേഹം തയ്യാറാകുമോ? അങ്ങനെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് മാറ്റേണ്ടത് എന്നുള്ളതൊക്കെ പാർട്ടിക്ക് ചർച്ച ചെയ്യേണ്ടി വരും. സുരേന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹവും ഇതിനെല്ലാം മറുപടി പറയാൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തകരെയും അണികളെയും നേതാക്കളെയും മാത്രം കൂടെ നിർത്തി മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ സുരേന്ദ്രൻ അത് വലിയ തിരിച്ചടിയാകുന്നുണ്ടല്ലോ. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമായിരിക്കും പരിഗണന, അല്ലേ? അതൊരു പ്രശ്നമായി മാറുന്നുണ്ടോ ഇവിടെ? അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ, അതാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ പ്രവർത്തകർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണം. പാർട്ടിയും അതിന് തിരുത്തൽ നിർദ്ദേശിക്കണം. കാരണം പാലക്കാട് ഇത്രയും വലിയ തോൽവി, ഒരുപക്ഷെ അവർ തന്നെ ഈ കോൺഗ്രസ് തന്നെ, നമ്മൾ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പ്രസ്താവന കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും, പക്ഷേ വലിയ ഭൂരിപക്ഷം കിട്ടില്ല എന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ പറഞ്ഞത്. അപ്പം അതായിരുന്നു അവരുടെയും കണക്കുകൂട്ടൽ. വിജയിക്കാം, പക്ഷേ വലിയ ഇത്രയും, പക്ഷേ അണികൾ ഉൾപ്പെടെ കോൺഗ്രസിന് വോട്ട് ചെയ്തു. അപ്പോൾ അത്തരം വോട്ടും കൂടെ അങ്ങോട്ട് പോയി. അത് സന്ദീപ് വാര്യർ എത്രമാത്രം അവിടെ ഒരു ഘടകമായി എന്നുള്ളത് പിന്നീട് പരിശോധിക്കേണ്ട കാര്യമാണ്. സന്ദീപ് വാര്യർ മാത്രമാണോ? പക്ഷേ സന്ദീപ് വാര്യർക്ക് അത്ര ഒരു, പക്ഷേ ഇതുപോലുള്ളൊരു തെരഞ്ഞെടുപ്പിൽ 1000 വോട്ട് 2000 വോട്ട് മറിക്കാൻ സാധിക്കും, ചിലപ്പോൾ 500 വോട്ട് മറിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് 1000 വോട്ടിൻ്റെ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അവിടെ കൃത്യമായി സന്ദീപ് വാര്യർക്കും ആ പ്രദേശത്ത് അദ്ദേഹത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ വോട്ട് മറിക്കാൻ കഴിഞ്ഞു. പിന്നെ സന്ദീപ് വാര്യർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇനിയും അത് കടുപ്പിക്കും. സന്ദീപ് വാര്യർ ആരോപണങ്ങൾ കടുപ്പിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്. അതെ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ BJP ആണല്ലോ അവിടെ ഭരണം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് സന്ദീപ് വാര്യർ ഈ മുനിസിപ്പാലിറ്റി അടുത്ത തവണ കോൺഗ്രസ് പിടിക്കും, അതിനുള്ള വെല്ലുവിളി കൂടി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്യുമെങ്കിൽ, അങ്ങനെ പിടിക്കുമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഒരു വലിയ നിരയിലേക്ക് അദ്ദേഹം ഉയരാൻ അത് കാരണമാകും. കാരണം അടുത്ത നിയമസഭ വരെയല്ല, അദ്ദേഹത്തിനൊരു സീറ്റും ഉറപ്പിക്കാം. ഈ തരംഗമാണെങ്കിൽ അദ്ദേഹം വിജയിച്ച് കയറാനുള്ള സാധ്യതയുമുണ്ട്. വരട്ടെ, നമുക്ക് നോക്കാം, നമുക്ക് പറയാം.